മലയാള സിനിമയിലെ മലയാള തനിമയുള്ള മികച്ച അഭിനേത്രിമാരിൽ ഒരാളാണ് നവ്യ നായർ. കലോത്സവ വേദികളിൽ നിന്നാണ് താരം സിനിമയിലേക്ക് വന്നെത്തിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച രീതിയിൽ നൃത്തത്തിലും മറ്റും ശോഭിച്ച കുട്ടിയാണ്. ഇഷ്ടമെന്ന സിബി മലയിൽ ദിലീപ് ചിത്രത്തിലൂടെ ആദ്യം മലയാള സിനിമയിലേക്ക് കാലെടുത്തു വെച്ചു. വലിയ രീതിയിൽ ഈ ചിത്രം ഹിറ്റാവുകയും നവ്യയുടെ വേഷം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് എക്കാലവും മലയാളി പ്രേക്ഷകർ ഓർക്കുന്ന നന്ദനം പോലെയുള്ള ചിത്രങ്ങൾ നവ്യ നായർക്ക് ലഭിക്കുന്നത്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത ചിത്രത്തിൽ നായകൻ പൃഥ്വിരാജ് സുകുമാരനായിരുന്നു. അവിടെ നിന്ന് പിന്നെ താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങൾ നവ്യ നായരുടെ കരിയർ ഗ്രാഫിലുണ്ട്. മലയാളത്തിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങൾക്കൊപ്പവും നവ്യ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവാഹശേഷം സിനിമയിൽ നിന്ന് ചെറിയൊരു ഇടവേള എടുത്ത ശേഷം താരം വീണ്ടും സജീവമായി. നൃത്തത്തിലും അതിനുശേഷം നവ്യ സജീവമായി. ഇപ്പോൾ വീണ്ടും ചലച്ചിത്ര രംഗത്തുണ്ട്. ഒരുത്തി പോലെയുള്ള കലാമൂല്യമുള്ള ചിത്രങ്ങളും നവ്യയുടെ തിരിച്ചുവരവിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഒരു പൊതുപരിപാടിയിൽ വെച്ച് നവ്യ നടത്തിയ പ്രസംഗമാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. തന്റെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട സംഭവമാണ് നവ്യ പങ്കുവച്ചത്. ഇതോടെ കാണികൾ ചിരിക്കുന്നത് കാണാം. താൻ പണ്ട് ഇതേ ഹോസ്പിറ്റലിൽ വന്നിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന നവ്യ അപ്പൻഡിക്സ് ആയിട്ടായിരുന്നു ഹോസ്പിറ്റലിൽ വന്നത് എന്നും അന്ന് താൻ പേഷ്യന്റ് ആയിരുന്നു എന്നും പറഞ്ഞു. 10-12 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ് നവ്യ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഞാൻ ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഡോക്ടർ സംശയത്തോടെ അതെ അതെ എന്ന് പറഞ്ഞു. സൂചി കണ്ടാൽ പോലും തല കറങ്ങി വീഴുന്ന സ്വഭാവമായിരുന്നു തനിക്ക് എന്നും നവ്യ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ നവ്യ ഭയങ്കര വേദനയായിട്ട് എത്തിയ നവ്യയെ എറണാകുളത്തെ സൺറൈസ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. കീഹോൾ സർജറിയിൽ വളരെ ഫേമസ് ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. സർജറി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് നവ്യ അപ്പോൾ ഡോക്ടറോട് ചോദിച്ചത്. കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ് ഡോക്ടർ അതിന് മറുപടി പറഞ്ഞത്. വെറും ആന്റിബയോട്ടിക് മാത്രം മതിയെന്നൊക്കെ നവ്യ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു. നവ്യക്ക് BP ഒക്കെ ലോ ആയിരുന്നു. പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നവ്യയോട് സംസാരിച്ചത്. അടുത്ത റൂമിൽ പോയി ഒരു ഇഞ്ചക്ഷൻ ഒക്കെ എടുത്താൽ ഓക്കെ ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നഴ്സ് വന്ന് നവ്യക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങി. നവ്യ എന്ത് മരുന്നാണ് എന്ന് ചോദിച്ചപ്പോൾ ഇഞ്ചക്ഷൻ ആണെന്നാണ് മറുപടി പറഞ്ഞത്. എന്നാലും നവ്യ നിർത്താതെ ഓരോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നഴ്സ് ഇത് അനസ്തേഷ്യ ആണെന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോഴേക്കും നവ്യയുടെ ബോധം പോയി. നവ്യ ഔട്ട് കംപ്ലീറ്റ് ആയി. പിന്നെ കണ്ണു തുറക്കുന്നത് സർജറി കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ഡോക്ടർ ചതിച്ച് ഓപ്പറേഷൻ ചെയ്തു എന്നാണ് നവ്യ പറഞ്ഞത്. ഹോസ്പിറ്റലിൽ വന്നപ്പോൾ താൻ ആദ്യം പറയണമെന്ന് വിചാരിച്ചത് അതാണ് എന്നും, പക്ഷേ ഡോക്ടർ അങ്ങനെ അന്ന് ചതിച്ചത് കൊണ്ടാണ് 14 വർഷത്തിന് ശേഷവും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് താൻ ആരോഗ്യവതിയായി നിൽക്കുന്നത് എന്നും നവ്യ പറഞ്ഞത് സദസ്സിൽ ചിരിയുടെ മാലപ്പടക്കം സൃഷ്ടിച്ചു.